ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നാട്ടിലുള്ള തൊഴിലില്ലാത്ത ആളുകൾ വലിയ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനിടയാക്കിയൊരു പദ്ധതിയാണ്. ആ പദ്ധതി വരാനിടയായ ഘട്ടം ഓർക്കുന്നുണ്ടാവുമല്ലോ. ഒന്നാം UPA ഗവൺമെൻറ്. ആ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്താങ്ങേണ്ടി വന്നത്. അതിനിടയാക്കിയത് BJPയുടെ ഗവൺമെൻറ് അന്ന് അധികാരത്തിൽ വരാനുള്ള സാധ്യത. അപ്പോൾ അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം പിന്തുണ കൊടുക്കണം. പിന്തുണ കൊടുക്കേണ്ടത് കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ് എന്താണ് എന്ന് അറിയാത്തവരല്ല ഇടതുപക്ഷം. പക്ഷേ BJP എന്ന വലിയ വിപത്തിനെ ഒഴിവാക്കാൻ കോൺഗ്രസ്സിന് ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള പിന്തുണ നൽകാൻ ഇടതുപക്ഷം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഒന്നാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പിന്താങ്ങുന്ന ഇടതുപക്ഷം അന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. ആ ആവശ്യത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ട പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. രാജ്യത്തെ എല്ലാ ഭാഗത്തും തൊഴിലില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്ക് വർഷത്തിൽ നിശ്ചിത ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ചെലവിൽ തൊഴിൽ കൊടുക്കണം. ഇതായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ പൊരുൾ. അത് നടപ്പാക്കേണ്ടി വന്നു. നടപ്പാക്കുന്നതിനോട് വലിയ താല്പര്യം കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല എന്നതും അറിയാം. പക്ഷേ നടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ BJP ഗവൺമെൻറ് ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് ഇതിനു വേണ്ടി പണം അനുവദിക്കുന്നത്, മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നത് അവസാനിപ്പിച്ചു. എന്നിട്ട് നല്ല ഭാഗം സംസ്ഥാനമെടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോ സംസ്ഥാനവും ഇതിൻ്റെ ബാധ്യത വഹിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളം നല്ല രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയ സംസ്ഥാനമാണ്. ഇപ്പോൾ ഈ മാറ്റം വന്നപ്പോൾ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് മാറ്റിവെക്കേണ്ട വിഹിതമുണ്ട്. LDF സർക്കാർ അതടക്കം കണ്ടുകൊണ്ടുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തു. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാർ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേരളം വകയിരുത്തേണ്ട പണം ആ രീതിയിൽ വകയിരുത്താൻ തയ്യാറായിട്ടില്ല. വളരെ ചെറിയൊരു സംഖ്യ മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വലിയ തോതിൽ പ്രയാസത്തിലാകാൻ പോകുന്നുവെന്ന്.